സിക്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാളെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ എങ്ങനെ പോകണു? അടിപൊളിയായിട്ട് പോവാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് അല്ലേ, നമുക്ക് തുടങ്ങല്ലേ. നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 2023 ഓണം എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തോട്ട്സ് റൈറ്റിംഗ് എന്നുള്ളത്. തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അല്ലെ. പല പല സാഹചര്യങ്ങളില് പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ തോട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് ഗ്രാൻഡ് ഫാദറിന്റെ തോട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തോട്ട്സ് റൈറ്റിംഗ് ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി സിൻഡ്രല്ലയുടേത് ചോദിക്കാറുണ്ട് ആൻഡ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ചോദിക്കാറുണ്ട്. ഇത്രയും തോട്ട്സ് ആണ്, ഈ രണ്ട് ക്യാരക്ടറിന്റെ തോട്ട്സ് ആണ് നിങ്ങൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ, ഗ്രാൻഡ് ഫാദറിന്റെ തോട്ട്സ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും റെഡി ആണെങ്കിൽ വേഗം പോയിട്ട് നിങ്ങൾ ആ ഒരു ലൈക്ക് ഒന്ന് അടിക്കുക ആൻഡ് ആ ഒരു ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ആൻഡ് വേഗം കമന്റ് ചെയ്യുക കേട്ടോ. മിസ്സേ, ഞങ്ങൾ റെഡിയാണ്, എക്സാമിന് വേണ്ടി ഞങ്ങൾ ഫുൾ പവർ ആണ് എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. നോക്കിക്കേ, രാജ വാസ് മിസ്സിംഗ്. നമ്മളെ രാജാവിനെ എന്ത് ചെയ്യുന്നില്ല, കാണാനില്ല. ഗ്രാൻഡ് ഫാദർ വാസ് അപ്സെറ്റ് ആവാന്ന് പറഞ്ഞാൽ ഹി വാസ് സാഡ് അല്ലേ, ഭയങ്കര വിഷമത്തിലാണ്. ദ സെർവൻസ് കുഡ് നോട്ട് ഫൈൻഡ് രാജ. സെർവൻസിനൊക്കെ തെരഞ്ഞിട്ടും ആരെ കാണാൻ പറ്റുന്നില്ല, നമ്മുടെ രാജേനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, മുകളിലേക്കും താഴോട്ടും ഒക്കെ ഇങ്ങനെ നടന്നിങ്ങനെ കളിക്കുകയാണല്ലേ. അയ്യോ എന്റെ മോൻ പോയേ, അയ്യോ എന്റെ മോൻ പോയേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, അയ്യോ പോയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, അയ്യോ സോറി മിസ് ഇപ്പൊ തന്നെ വീണ് പോയേനെ. അങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ നടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത് ആള്. റെഡി? ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്. ഹി ബിക്കേം സൈലന്റ് ആൻഡ് സ്റ്റാർട്ടഡ് ടു പ്രേ. അങ്ങനെ അയ്യോ എന്റെ മോനെ കാണാനില്ലേ, ഇവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് സൈലന്റ് ആയിട്ട് നിശബ്ദതയോടെ നിന്നിട്ട് എന്താ, ഹി സ്റ്റാർട്ടഡ് ടു പ്രേ അല്ലെ, പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങാണ് അല്ലെ. ദൈവമേ എന്റെ മോന് ഒരു പ്രശ്നം വരല്ലേ, കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങാണ്. A lot of thoughts came to his mind. ഒരുപാട് ചിന്തകള് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ മനസ്സിലേക്ക് വരാണ്. വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദർ? ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കടാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഡി? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് തോട്ട്സ് എഴുതാൻ വേണ്ടി പറ്റും. തോട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ബി ദ ക്യാരക്ടർ. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്യാരക്ടർ ആയിട്ട് മാറണം. ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ തോട്ട്സ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ ഗ്രാൻഡ് ഫാദർ ആവണം അല്ലെ, നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയിട്ട് മാറണം. എന്നിട്ട് ആ സമയത്ത് എന്തായിരിക്കും നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവുക, ആ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പേപ്പറിലേക്ക് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയിട്ട് വേണം നമ്മൾ തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട്. സോ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് യൂസ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ? ഐ, മീ, മൈ, വി ഒക്കെ പോലെ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. അല്ലാതെ ഹി, ഷീ എന്ന് പറയരുത്. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ തിങ്കിങ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ട് വേണം തോട്ട്സ് റൈറ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട്. കൺവേ ദ റൈറ്റ് ഇമോഷൻ ഓഫ് ദ ക്യാരക്ടർ. ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് സങ്കടമല്ലേ ഉണ്ടാവുക ആൻഡ് വിഷമല്ലേ ഉണ്ടാവുക രാജാനെ കാണാത്തതില്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതരുതടാ, ഐ എം സോ ഹാപ്പി അല്ലെങ്കിൽ ഐ എം ഹാപ്പി എന്ന് പറഞ്ഞിട്ട് സന്തോഷാന്ന് എഴുതരുത്. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഏത് ഇമോഷനിലൂടെയാണോ കടന്നു പോകുന്നത് അത് വേണം നിങ്ങൾ തോട്ട്സ് റൈറ്റിംഗിൽ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അവരുടെ ശരിയായ ഇമോഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കൺവേ ചെയ്യണം. ഇൻക്ലൂഡ് ദ ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. ആ സ്റ്റോറിയിൽ നടന്നിട്ടുള്ള ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ചിന്തയിൽ ഉൾപ്പെടുത്താം. ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ അല്ലെ, ആശ്ചര്യം അത്ഭുതമൊക്കെ കാണിക്കാൻ പറ്റിയിട്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസുകളും നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെയും അതുപോലെ തന്നെ ബ്രോക്കൺ സെന്റൻസുകളും യൂസ് ചെയ്യുക. ബ്രോക്കൺ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3 കുത്തിടുന്നതിനെയാണ് നമ്മൾ ബ്രോക്കൺ സെന്റൻസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഇതുപോലെ ബ്രോക്കൺ സെന്റൻസുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത പോലെ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു 3 കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തോട്ട്സ് റൈറ്റിംഗ് സെറ്റ് ആണ്. തോട്ട്സ് റൈറ്റിംഗിന്റെ കംപ്ലീറ്റ് മാർക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. ഇനി ഇതിനെ ഡയറി ആക്കാനും സിമ്പിൾ ആണ്. ആ ഒരു ഡയറി ആക്കണമെങ്കിൽ ഇവിടെ ഒരു ഡേറ്റ് ഇട്ടാൽ മതി. ഈ തോട്ട്സ് റൈറ്റിംഗ് തന്നെ എന്ത് ചെയ്താൽ മതി, ഡയറി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ ഇതാ ഇവിടെ ഒരു ഡേറ്റ് ഇടാം ആൻഡ് ലാസ്റ്റ് എന്ത് എഴുതാം, ഐ എം ഗോയിങ് ടു ബെഡ് അല്ലെങ്കിൽ ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ഇതിനെ ഡയറി ആക്കാം. ഓക്കെ, അപ്പൊ തോട്ട്സ് പഠിച്ചാൽ രണ്ടുണ്ട് കാര്യം അല്ലെ. എന്തൊക്കെയാണ് കാര്യം? തോട്ട്സിന് തന്നെ നിങ്ങൾക്ക് ഡയറി ആയിട്ടും എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് തോട്ട്സ് നോക്കിയാലോ, നമ്മുടെ ആൻസർ നോക്കാം. വേർ ഈസ് രാജ? എന്റെ രാജമോൻ എവിടെ പോയി? ഐ വാസ് ടു ഹാഷ് വിത്ത് ഹിം. ഞാൻ അവനോട് വളരെ ഹാഷ് ആയിട്ടാണ്, വളരെ ദേഷ്യത്തോടെയാണ് ഞാൻ അവനോട് പെരുമാറിയത്. ഐ ഹോപ്പ് ഹീ ഈസ് സേഫ്. ഓ, അവൻ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഹീ ഈസ് സേഫ്. വാട്ട് ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻ ടു ഹിം? ഈശ്വരാ, എന്തെങ്കിലും മോശം അവന് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെ. വാട്ട് ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻ ടു ഹിം അല്ലെ, അവൻ എന്തെങ്കിലും മോശം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഐ ഷുഡ് ഹാവ് ബീൻ മോർ പേഷ്യന്റ്. ഞാൻ എന്തായിരിക്കണം? കൂടുതൽ പേഷ്യന്റ് ആയിട്ട്. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനമായിട്ട് നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. അല്ലാതെ എന്ത് ചെയ്യരുത്? ഇങ്ങനെ പാനിക് ആവരുത്, ഇങ്ങനെ വെപ്രാളം പിടിക്കരുത്. ഓക്കെ, പേഷ്യന്റ് ആവാന്ന് പറഞ്ഞാൽ ഡോക്ടർ നോക്കുന്ന പേഷ്യന്റ് ആവാന്നല്ല. ഇവിടെ എന്താണ് പേഷ്യന്റ് ആവാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സമാധാനമായിട്ട് ഞാൻ നിൽക്കണം. ആൻഡ് ഐ വാണ്ട് ഹിം ബാക്ക് ഹോം. എനിക്ക് എന്ത് ചെയ്യണം? അവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പ്ലീസ് ഗോഡ് ബ്രിങ് ഹിം ബാക്ക് ടു മീ. അപ്പൊ ദൈവത്തിനോട് പ്രാർത്ഥിക്കല്ലേ. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും? ഗോഡിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലെ. പ്ലീസ് ഗോഡ് അല്ലെ, പ്ലീസ് ദൈവമേ, ബ്രിങ് ഹിം ബാക്ക് ടു മീ. അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഐ പ്രോമിസ് ടു ബി കൈൻഡർ ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഞാൻ വാക്ക് തരാണ്, ഇനി അവനോട് ഞാൻ എന്തായിരിക്കും? കൂടുതൽ കൈൻഡർ ആയിരിക്കും. കൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ ദയുള്ള ആളായിരിക്കും. അവനോട് ഞാൻ ഇനി ദേഷ്യപ്പെടില്ല. ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഇനി കൂടുതൽ അവനെ മനസ്സിലാക്കിയിട്ട് അവനോട് വളരെ ദയോട് കൂടി ആയിരിക്കും ഞാൻ പെരുമാറുന്നുണ്ടാവുക. ഞാൻ എന്ത് ചെയ്യില്ലടാ, ഞാൻ അവനെ ഒരിക്കലും ഇനി വഴക്ക് പറയില്ല. ഐ ലവ് ഹിം സോ മച്ച്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വേർ ക്യാൻ ഹീ ബി? അവനിപ്പോൾ എവിടെയായിരിക്കും? ഐ ഹോപ്പ് ഹീ ഈസ് നോട്ട് സ്കെയർഡ് ഓർ ഹേർട്ട്. അവൻ പേടിച്ചിട്ടില്ല, അവന് വേറെ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് എന്തായി? തോട്ട്സ് റൈറ്റിംഗിന്റെ കംപ്ലീറ്റ് മാർക്കായി. ഇതിനെ ഡയറി ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റിൽ ഒരു ഡേറ്റ് ഇടുക, ആൻഡ് ഇങ്ങനെ ലാസ്റ്റ് ഒരു ക്ലോസിങ്ങും കൊടുത്താൽ എന്തായി? ഇതിനെ നിങ്ങൾക്ക് ഡയറി ആക്കാനും പറ്റും കേട്ടോ. അപ്പോൾ രണ്ടുണ്ട് കാര്യം. ഇത് പഠിച്ചാൽ രണ്ടുണ്ട് കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഡയറിയും സെറ്റ് ആവും, തോട്ട്സും സെറ്റ് ആവും. അപ്പൊ ഈ ഒരു തോട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം പോയി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് എക്സാം നമുക്ക് കളർ ആക്കാം, ഫുൾ അടിപൊളിയാക്കാം. ഓക്കെ, അപ്പൊ ബൈ, ടാറ്റ.